വീട്ടിലെ ഒരു റൂമിൽ ദേ ഇതുപോലൊരു സ്പേസ് ഉണ്ട്. അവിടുത്തെ ചുമരുമേ ദേ ഇതുപോലെ ചെറിയ കൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാല് അപ്പുറം ബാത്റൂമാണ്. പിന്നെ ഈ ഒരു സ്പേസ് ആദ്യം ഒരു സ്റ്റോർ റൂം ആയിരുന്നു. നമ്മുടെ കിച്ചണിലൊക്കെ ഉണ്ടായിരിക്കണ ആ ഒരു സ്റ്റോർ റൂം. നമ്മൾ കിച്ചൺ അവിടെ നിന്ന് മാറ്റിയപ്പോൾ ആ സ്റ്റോർ റൂം ചെറുതായിട്ടൊന്ന് അതിന്റെ റാക്കും സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി. ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ ഫാദർ കുവൈത്തിലാണെന്ന്. ആള് വരുമ്പോ വീടിന്റെ ഓരോരോ ഭാഗങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ പണി തീരുമ്പോഴും പറയും ഇത് ലാസ്റ്റ് ആണ്, ഇനി പണിയെടുക്കൂല, ഇനി വീടുമ്പോ പണിയെടുക്കൂല എന്നൊക്കെ. ബട്ട് അടുത്ത വർഷം വരുമ്പോ വീണ്ടും പണി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പൊ എന്തായാലും ലാസ്റ്റ് എന്തായാലും പറഞ്ഞു പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം ഇത് നിർത്തിക്കണോന്നുള്ളത്. പിന്നെന്താ വെച്ചാല് ഞാൻ ഈ വാളിൽ പെയിന്റ് ചെയ്യുന്നത് അത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. സംഭവം ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരം മാത്രമേ നടന്നുള്ളൂ. വരച്ച തന്നെ വലിയൊരു സംഭവമാക്കി വരച്ചു. നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ ചുമരുമ വരച്ച നിങ്ങൾക്ക് ചീത്തട്ടൂലേ. സ്വാഭാവികം എന്തോന്ന് കിട്ടായി. പിന്നെന്താ വെച്ചാൽ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല ഈ ചുമരുമുള്ള ഓരോരോ ഇതാളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പെയിന്റ് അടിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. കൊതുകിന്റെ വിശപ്പ് മാറും, മനുഷ്യന്റെ കടിയും മാറും, അങ്ങനെ എന്തോ ഒരു സംഭവമില്ലേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വരയുടെ വലുപ്പം വേറെ കൊണ്ട് തന്നെ ഇലകളൊക്കെ കുറച്ച് മിനിമലാക്കി. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറഞ്ഞ ബോറുകളൊക്കെ കാണുന്നുണ്ട്. പോരാത്തിന് ചെയ്യാത്ത പണി ചെയ്തുകൊണ്ട് തന്നെ കയ്യിന് അത്യാവശ്യം വേദന എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗം നിർത്താന്ന് വെച്ച് സംഭവം അങ്ങോട്ട് മിനിമലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെ ഫൈനൽ ലുക്ക് ദേ ഇതാണ്. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കും. ഈ ഒരു ചെറിയ എഫേർട്ടിന് നിങ്ങളെ ലൈക്കും സപ്പോർട്ടും തന്നാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും.